ഒരു വിളിയോ പ്രതീക്ഷിക്കുന്നുണ്ടാവും കഴിഞ്ഞ ഒരു വർഷമായി. അത്രമേൽ ഹൃദയ അടുപ്പം ഈ ഇവിടെ ഉള്ള എല്ലാവരുമായിട്ടും അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് സുഹൃത്തുക്കളുമായിട്ടും ഉണ്ടായിരുന്ന ഒരാളാണ് വിജയേട്ടൻ. അത് എനിക്ക് എത്രമാത്രം അത് പ്രകടിപ്പിക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം അദ്ദേഹത്തോടൊപ്പം ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഞാനൊക്കെ ഇപ്പോൾ അടുത്ത് വന്ന് വളരെ ജൂനിയർ ആണെങ്കിൽ പോലും അവരുടെയൊക്കെ സൗഹൃദ വലയത്തിൻ്റെ ഓരം പറ്റി നടക്കാൻ എനിക്ക് കൂടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വിളി നമ്മൾ പ്രതീക്ഷിച്ചേക്കാം. അത്രമേൽ അടുപ്പമുണ്ട് ഇവരൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ മാവൂർ ഞാൻ വിജയേട്ടനെ പെട്ടെന്ന് ചുരുക്കാം. വിജയേട്ടനെ ആലോചിക്കുമ്പോൾ എനിക്കൊരു എൻ്റെ മനസ്സിലുള്ള ഒരു ഇമേജ് ഒരു പാലത്തിൻ്റെ ഇമേജാണ്. പാലം, അതായത് രാഷ്ട്രീയക്കാർക്കിടയിലേക്ക്, സാധാരണ മനുഷ്യരിലേക്ക്, സുഹൃത്തുക്കളുടെ ഇടയിലേക്ക്, കലാകാരന്മാരുടെ, കായിക പ്രവർത്തകരുടെ ഇടയിലേക്കൊക്കെ നമുക്ക് മറ്റു പലർക്കും, എനിക്ക് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ഇവിടെ മാവൂർ വന്ന കാലത്ത് എന്നെയൊക്കെ ഇവരുമായിട്ട് ഇണക്കി ചേർത്ത പ്രധാന കണ്ണിയാണ് വിജയേട്ടൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന് ഒരു പാലം പോലെയാണ്, ഒരു പാലം എന്നാണ് ഈ ഇമേജാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഉള്ളത്. അതുപോലെ ആയിരിക്കും പലർക്കും പല കാരണങ്ങളാണ്, ഓരോ മനുഷ്യനെയും ഓർമ്മിക്കാൻ പല കാരണങ്ങളാണ്. അങ്ങനെ ചിലരെയൊക്കെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ പുനർവായന കൂടി നടത്തുകയാണ്. കാരണം മാവൂർ നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ മാവൂർ ഒരു കുഗ്രാമമായിരുന്ന മാവൂർ കേരള വ്യവസായ ചരിത്രത്തിൻ്റെ പ്രധാന ഒരു ഭൂമികയായി മാറുകയും ഗോളിയോർ റയോൺസ് നടന്നിരുന്ന കാലത്തിനും അത് ഇല്ലാതായിരുന്ന കാലം എന്നീ രണ്ട് കാലമാണ് നമ്മൾ ഇവിടെയുള്ളത്. ആ രണ്ട് കാലത്തും സജീവമായി ആ കമ്പനി ഒക്കെ ഉണ്ടായിരുന്ന കാലത്തും ഒരുപാട് ആളുകൾ പല ഭാഗത്തു നിന്നും വന്നു ചേർന്നു. പലരും കമ്പനി അടച്ചു പോയതോടുകൂടി പല സ്ഥലത്തേക്കും വളരെ വിഷമത്തോടുകൂടി തിരിച്ചുപോയി. പക്ഷേ ഇവരെയൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു പാലമായി പ്രവർത്തിച്ചിരുന്ന, വളരെ നിസ്വാർത്ഥമായി, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്, വിജയേട്ടന് പ്രത്യേകിച്ചൊരു സ്ഥാനമാനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല, നമ്മളാരും അനുഭവം ഇല്ല. അപ്പോൾ അത്രമേൽ നിസ്വാർത്ഥമായ സേവനം ചെയ്ത അദ്ദേഹത്തെ ഓർക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്.